നാലാം ക്ലാസ്സിലെ അഖീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഖീദയുടെ സമ്പൂർണ്ണ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്തത്. കാക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത വീഡിയോയും അതിനുശേഷം അരക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ടി എടുത്ത 3 പാഠങ്ങളുടെയും റിവിഷൻ. അത് രണ്ടും യൂട്യൂബിലുണ്ട്. കേൾക്കാത്തവർ പോയി കേൾക്കുക. അത് കേട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറുകൾ കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, കഴിവുള്ളവൻ. കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബി ആലിമ്, ഖാദിർ, സമീ. ആലിമ് ഇൽമ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അറിവാണ് അല്ലേ. അപ്പോൾ ആലിമ് പറഞ്ഞാൽ അറിവുള്ളവരായിരിക്കും. അപ്പോൾ ഇത് ശരിയല്ല. അപ്പോൾ ആലിമല്ല എന്ന് ഉറപ്പാണ്. പിന്നെ സമീ പറഞ്ഞാൽ കേൾക്കുന്നവനാ. അപ്പോൾ ഖാദിറാണ് കഴിവുള്ളവൻ. അതാണ് ശരിയായ ഉത്തരം. അടുത്ത്, സ്വയം നിലനിൽക്കൽ. ഖിയാമും ബിൻ നഫ്സ്, ഖിദമ്, മുഖാലിഫത്തുലിൽ ഹവാദിസ്. ഏതാണ്? ഖിയാമും ബിൻ നഫ്സ്. ഇതാണ് ശരിയായ ഉത്തരം. അടുത്തത്, ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. മലക്കുകൾ 4 വിഭാഗം നമ്മൾ പഠിച്ചിരുന്നു. ഹഫലത്ത്, സഫറത്ത്, ഹാഫൂന. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? ഹഫലത്ത്. അടുത്ത്, അർഷിനെ ചുറ്റുന്നവർ. ഹാഫൂന, ഹമലത്തുൽ അർഷ്, സഫറത്ത്. എന്താണ് ഹാഫൂന? ഹാഫ് പറഞ്ഞാൽ ചുറ്റി എന്നാണ്. അപ്പോൾ ഹാഫൂന അർഷിനെ ചുറ്റുന്നവർ. അള്ളാഹു പൊറുക്കാത്ത പാപം. പാപം എന്ന് പറഞ്ഞാൽ തെറ്റ്. അള്ളാഹു പൊറുക്കാത്ത തെറ്റേതാ? തൗഹീദ്, ഷിർക്ക്, കദീബ്. കദീബ് പറഞ്ഞാൽ കളവ് അറിയാം. ഷിർക്ക് പറഞ്ഞാൽ ബഹുദൈവ ആരാധന. തൗഹീദ് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ഏതാണ്? ഷിർക്കാണ് അള്ളാഹു പൊറുക്കാത്തത്. അടുത്ത്, ഉണ്ടാകൽ അനിവാര്യമായത്. വാജിബ്, ജായിസ്, മുസ്തഹീൽ. ഏതാ ശരി? വാജിബ്. ഉണ്ടാകൽ അനിവാര്യമായത് കാരണം ഉണ്ടാകൽ നിർബന്ധമായത്. അടുത്ത്, സ്വർഗത്തെ കാക്കുന്ന മലക്ക്. മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം, മുങ്കർ അലൈഹിസ്സലാം. മുങ്കർ അലൈഹിസ്സലാം നമുക്കറിയാം എന്താണ്? ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കാണ് മുങ്കർ നക്കീർ അലൈഹിസ്സലാം. പിന്നെ മാലിക് അലൈഹിസ്സലാം നരകം കാക്കുന്ന മലക്കാണ്. റിദ്വാൻ അലൈഹിസ്സലാമാണ് സ്വർഗം കാക്കുന്ന മലക്ക്. അടുത്തത്, വിപരീതം എഴുതാം. വുജൂദിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പെട്ടി ശരിക്ക് പഠിക്കണം. ഈ പെട്ടി നമ്മൾ ശരിക്കും പഠിക്കും. വുജൂദ് അദം, ഇല്ലാതിരിക്കൽ. ഖിദമ് ഹുദൂസ്, പുതുതാവൽ. ബഖാ, ഫനാ, നശിക്കൽ. ബഖായിൻ്റെ ഓപ്പോസിറ്റാണ് ഫനാ. ഇതിൻ്റെ അറബിയാണ് ഇതിൻ്റെ മലയാളമാണ് നശിക്കൽ. ഈ ചോപ്പിൻ്റെ ഈ കോളത്തിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടില്ല. വുജൂദ് പറഞ്ഞാൽ ഉണ്ടാവൽ. അപ്പോൾ അദം പറഞ്ഞാൽ ഇല്ലാതിരിക്കൽ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചു നോക്കുക. വുജൂദിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അദം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് പഠിച്ചാൽ മതി നിങ്ങൾ. നമുക്കിവിടെ മോഡൽ ക്വസ്റ്റ്യൻ ഏതൊക്കെ വന്ന് നോക്കാം. ഇൽമ്. ഇൽമിൻ്റെ ഓപ്പോസിറ്റ് ജഹില്. ഇൽമ്, ജഹില്. ഇൽമ്, ജഹില്, അറിവില്ലായ്മ. അടുത്ത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജഹില് തന്നാൽ ഇൽമായിരിക്കും എഴുതുക കേട്ടോ. അടുത്ത്, ഹയാത്ത്, മൗത്ത്. ഹയാത്ത് അവിടെ. ഹയാത്ത് ഓപ്പോസിറ്റ് എന്താണ്? മൗത്ത്. അടുത്തത്, കൗനുഹു മുരീദ, കൗനുഹു കാരിഹ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പറയാം. ഇത് കൗനുഹു മുത്തക്കല്ലിമ. അവസാനത്തെ കണ്ടത് പ്രധാനപ്പെട്ട കൗനുഹു മുത്തക്കല്ലിമ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കൗനുഹു അബ്കമ. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ. അപ്പോൾ സംസാരമില്ലാത്തവൻ. അതായത് അള്ളാഹുവിന് മുസ്തഹിലായ സിഫത്താണ്. കൗനുഹു അബ്കമ എന്ന് പറഞ്ഞാൽ മുസ്തഹിലായ സിഫത്ത് ഉണ്ടാവാൻ പാടില്ല. കൗനുഹു ബസീറ, കൗനുഹു അഅമ. ഇനി ഇതും പ്രധാനപ്പെട്ട കൗനുഹു സമീഅ, കൗനുഹു അസമ്മ. സമീഅ, അസമ്മ്. സമീഅ പറഞ്ഞാൽ കേൾക്കുന്നവൻ. അപ്പോൾ അസമ്മ പറഞ്ഞാൽ കേൾക്കാത്തവൻ, കേൾവി ഇല്ലാത്തവൻ. കണ്ടില്ലേ? അപ്പോൾ കൗനുഹു സമീഅ അള്ളാഹുവിൻ്റെ സിഫത്താണ്. കൗനുഹു അസമ്മ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ്. എന്താ അതിൻ്റെ അർത്ഥം? കേൾവി ഇല്ലാത്തവൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് തന്നാൽ ഇത് എഴുതാനും ഇത് തന്നാൽ ഇത് എഴുതാനും കഴിയണം. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പറയാൻ കഴിയണം. ഇത് പൊത്തിപ്പിടിച്ചിട്ട് ഇതും പറയാൻ കഴിയണം. ഓക്കെ. അടുത്ത, കൗനുഹു ഹയ്യ, കൗനുഹു മയ്യിത്ത. ഇവിടെ അങ്ങനെ കൗനുഹു മുരീദ. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ് അധികം. കൗനുഹു മുരീദ, കൗനുഹു കാരിഹ. കൗനുഹു കാരിഹൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു മുരീദ. അപ്പോൾ ഇത് ഞാൻ ഈ അടിയോരട്ട് അടയാളപ്പെടുത്തി പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കട്ടോ.
കൗനുഹു ഖാദിറ, കൗനുഹു ആജിസ. കൗനുഹു ഖാദിറ, കൗനുഹു ആജിസ. കൗനുഹു ആജിസ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു ഖാദിറ. പിന്നെ സംഇൻ്റെ ഓപ്പോസിറ്റ് സ്വമമ്, സ്വമ സ്വമമ്, സ്വമ സ്വമമ്. ബസർ അമ, ബസർ അമ, ബസർ അമ, ബസർ അമ. അങ്ങനെ പഠിക്കുക. പിന്നെ ഇറാദത്ത് കറാഹത്ത്, ഇറാദത്ത് കറാഹത്ത്. കുദറത്ത് അജിസ്, കുദറത്ത് അജിസ്. പിന്നെ ഒന്നിലധികമാവൽ, അതിൻ്റെ അറബി തഅദ്ദുദ്, തഅദ്ദുദ് ഒന്നിലധികമാവൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം പൂർത്തിയാക്കാൻ. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ്. എന്താണ്? അർഹൻ ആണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും എഴുതാൻ കിട്ടുമോ നോക്കണം. സ്പെല്ലിങ് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അക്ഷരത്തെറ്റ് ആരും വരുത്തരുത്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. കണ്ടില്ലേ? അർഹൻ അങ്ങനെയാണ് എഴുതുക. ആരാധനക്ക് ഇവിടെ ചോദ്യത്തിലുണ്ട്, ആരാധനക്കുണ്ട്. അർഹൻ എന്ന് മാത്രമാണ് എഴുതേണ്ടത്. അർഹൻ, ഹ അല്ല, ഹ ആണ്. അടുത്തത് ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു എന്താണ്? ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു എന്താണ്? ബസീറാണ്. അപ്പൊ ഇവിടുന്നാണ് ഈ ചോദ്യം വന്നത്. ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീറാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടാക്കുക. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഈ എഴുതിയതിൻ്റെ ഇത് ഈ അക്ഷരം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഉണ്ടാക്കുക. അപ്പോൾ ബസറിലേക്ക് യാവ് കൂട്ടി ബസീർ എന്നാക്കുക. ഇനി ഇവിടെ ഖാദിറാണ് എന്ന സിഫത്ത്, ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിറാണ്. അപ്പോൾ ഖാദിർമെന്ന് ഉണ്ടാക്കണം ഇവിടെ കുദറത്ത്. എന്താണ്? കുദറത്ത്. കുദറത്ത് എന്ന സിഫത്തുള്ള ആൾ ഖാദിറാകുന്നു. ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു എന്താ? ഹയ്യ് ആകുന്നു. ഇവിടെ ഹയ്യ് എന്ന് വരിക. അടുത്ത ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇപ്പൊ എന്താ ഇവിടെ മുരീദല്ല വരിക, ഇവിടെ എന്താ? ഇറാദത്ത്. അപ്പൊ ഈ അഞ്ചെണ്ണം എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ പല പരീക്ഷയ്ക്കും അത് വരുന്നുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് എന്താ ഉത്തരം? തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡാഷ് മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മോഡൽ എക്സാമിന് വന്നത് മാത്രമുള്ളതാണ് എന്ന് എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ അക്ഷരങ്ങൾ നോക്കുക. മാത്രമുള്ളതാണ്. കണ്ടില്ലേ? ഇനി തിരിച്ചു ചോദ്യം വരാം. എങ്ങനെ? ഡാഷ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. ഏതാണത്? തബ്ലീഗ്. അതിന് ശ്രദ്ധിക്കാം. ഇനി ഇങ്ങനെ ചോദ്യം വരാം. തബ്ലീഗ് എന്ന സിഫത്ത് ഡാഷ് മാത്രമുള്ളതാണ് മുർസലുകൾക്ക്. ഇങ്ങനെ 3 രൂപത്തിൽ ഇവിടെ ചോദ്യം വരാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ അടുത്ത ചോദ്യം? ഫിഅലു കുല്ലു മുംകിനിൻ ഡാഷ്. അപ്പൊ അറബി പൂരിപ്പിക്കാനാണ്. ഫിഅലു കുല്ലു മുംകിനിൻ ഔ തർക്കുഹു. ഇതാണ് പൂരിപ്പിക്കുന്നത്. ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. തൗഹീദിന്റെ പ്രഖ്യാപന വചനം. അതേതാ തൗഹീദിന്റെ പ്രഖ്യാപന വചനം? ഇതവിടെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ്. ചോദ്യം ഇങ്ങനെയും വരാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം തൗഹീദിന്റെ ഡാഷ് എന്താ? പ്രഖ്യാപിത വചനമാണ്. ഇത് എഴുതാൻ പഠിക്കണം. പ്രഖ്യാപിത. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദിന്റെ പ്രഖ്യാപിത വചനം. അടുത്ത ചോദ്യം, ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്രയാണ്? 25. അടുത്തത്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ ആരാണ്? മലക്കുകൾ. എല്ലാവർക്കും അറിയാം എൻ്റെ ഉത്തരം അല്ലേ? അടുത്ത ചോദ്യം, അർത്ഥം എഴുതാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം ഇതാ: അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല. എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ ഹെഡിങ്ങിന്റെ മൊത്തം അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും. ഇതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, കൗനുഹു അസമ്മൻ്റെ അർത്ഥം കണ്ടോ? കൗനുഹു അസമ്മ, കേൾവിയില്ലാത്തവൻ. ഇങ്ങനെ അർത്ഥം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉദ്ദേശമില്ലാത്തവൻ, കൗനുഹു കാരിഹ, ഉദ്ദേശമില്ലാത്തവൻ. കൗനുഹു അസമ്മ, കേൾവിയില്ലാത്തവൻ. കൗനുഹു അബുക്കമ, സംസാരമില്ലാത്തവൻ. അപ്പോൾ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട അർത്ഥങ്ങളാട്ടോ. പിന്നെ ഒന്നിലധികമാവൽ, തഅദ്ദുദ് കേട്ടോ.
അടുത്ത ചോദ്യം, വാജിബ് മുസ്തഹീൽ, നബിമാരുടെ വാജിബായ സിഫത്തും മുസ്തഹീലായ സിഫത്തും എഴുതാനാണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സിദ്ഖ് സത്യം പറയൽ, അപ്പോൾ എത്തിച്ചു കൊടുക്കലിൻ്റെ അറബി എന്താണ്? തബ്ലീഗ്. വിശ്വസ്തത അമാനത്ത്. പിന്നെ ഫത്വാനത്ത് പറഞ്ഞാൽ എന്താ? ബുദ്ധി കൂർമ്മത. കളവ് പറയൽ കദിബ്. ഖിയാനത്ത് വഞ്ചന. കിത്മാന് മറച്ചുവെക്കൽ. ബുദ്ധിമാന്യം ബലാദത്ത്. ഈ പെട്ടിങ്ങൾ നന്നായി പഠിക്കണം. ഏത്? ഞാൻ റിവിഷൻ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞു തന്നത്. സിദ്ഖ് സത്യം, വാജിബായ സിഫത്ത് 1 2 3 4 4 ഉള്ളൂ. അപ്പോൾ ഇതോ ബ്ലാക്ക് ഇതിൻ്റെ അർത്ഥമാണ്. സിദ്ഖ് അമാനത്ത് തബ്ലീഗ് ഫത്താനത്ത്. അതിൽ പിന്നെ സിദ്ഖ് സത്യം പറയൽ, അമാനത്ത് വിശ്വസ്തത, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, ഫത്താനത്ത് ബുദ്ധി കൂർമ്മത. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരിക. സിദ്ഖിൻ്റെ ഓപ്പോസിറ്റ് കദിബ്, സത്യം പറയലിൻ്റെ ഓപ്പോസിറ്റ് കളവ് പറയൽ. അടുത്ത് അമാനത്ത് വിശ്വസ്തത, വിശ്വസ്തൻ്റെ ഓപ്പോസിറ്റ് ഖിയാനത്ത്, വിശ്വസ്തൻ്റെ ഓപ്പോസിറ്റ് വഞ്ചന. അടുത്ത് എത്തിച്ചു കൊടുക്കലിൻ്റെ ഓപ്പോസിറ്റ് മറച്ചുവെക്കൽ, ബുദ്ധി കൂർമ്മൻ്റെ ഓപ്പോസിറ്റ് ബുദ്ധിമാന്യം. ഇത് നിർബന്ധമായും കാണാതെ പഠിക്കുക. എന്തായാലും വരും, 100% ഉറപ്പാണ്. ആ ചോദ്യം ഇല്ലാത്ത പരീക്ഷ ചോദ്യപേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ റിവിഷൻ ക്ലാസ് കേട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.